മനോഹരമായ ഒരു വർക്ക് കാണിച്ചു കഴിഞ്ഞാലോ. അത് നമ്മുടെ ഒരു വാഹിദ് എന്നാണ് ക്ലൈന്റിന്റെ പേര്. അയാളുടെ വീട്ടിലാണ് ഔട്ട്സൈഡ് ലാൻഡ്സ്കേപ്പ് ചെയ്ത്. സെമി ഇൻഡോർ പ്ലാന്റ് ആണ്. കലാത്തിയ അതുപോലെ ഹെലിക്കോണിയ വെറൈറ്റീസ് ഒക്കെ. അപ്പോൾ ഇതാണ് മനോഹരമായ വീട്. നിങ്ങൾ ഔട്ട്സൈഡിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തെങ്കിലും അതിൻ്റെ ഈ ഔട്ട്സൈഡിൻ്റെ ഈ കുറച്ച് പ്ലാന്ററി ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓണറായ ഈ വീടിൻ്റെ ഹൗസ് ഓണറായ വാഹിദക്കയുടെ ഒരുപാട് സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ പുള്ളി കുറച്ച് പ്ലാന്റ്സുകളിലൊക്കെ ചേഞ്ചുകൾ വരുത്തി. ക്രീപ്പർ പ്ലാന്റുകൾ അതുപോലെ സംഭവങ്ങളൊക്കെ കുറച്ച് നമ്മളുടേതായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. എന്നാലും അതിലൊരു 50% പ്ലാൻ അയാളുടെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതിൽ അത്ഭുതപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ഒരു 4 to 6 മന്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ പ്ലാന്റ്സുകളൊക്കെ എത്രയും ഗ്രോത്ത് ഉണ്ടായത്. അപ്പോൾ ക്രീപ്പർ പ്ലാന്റ് ആണെങ്കിലും അതുപോലെ കലാത്തി ആണെങ്കിലും ഹെലിക്കോണി ആണെങ്കിലും പടക്കവാഴ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതുപോലെ ഒരു സൈഡിൽ കപ്പലണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. കട്ടൻ ക്രീപ്പറൊക്കെ വെക്കുന്ന സമയത്ത് ആകെ ഒരു അടിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ഇൻഡോർ ചെടികളൊക്കെ വെച്ച് കൊടുത്തിരുന്നു. അതുപോലെ മുറ്റത്തിൻ്റെ വർക്കാണെങ്കിലും പിന്നെ മുറ്റത്തിൻ്റെ വർക്കൊക്കെ ഗ്രാസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. പിന്നെ പേൾ ഗ്രാസ് ഈ ഭാഗത്ത് കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പീസ് ലില്ലി, അത് ഞാൻ പീസ് ലില്ലിലോട്ട് വരാം. ഇത് തന്നെ ഈ പീസ് ലില്ലി വെച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ ഹെലിക്കോണിയ, കലാത്തിയ, അതുപോലെ പടക്കവാഴ ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് സ്പ്രെഡായിട്ട് എത്ര പീസെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് വെച്ചത്. 6 മന്ത് കൊണ്ട് തന്നെ ആ ഏരിയ കംപ്ലീറ്റ് ഫില്ലായി. ആ ബോക്സുകൾ ഒരു 1.5 മീറ്റർ വീതിയുള്ള ബോക്സായിരുന്നു വെച്ചിരുന്നത്. അത് അടിപൊളിയായിട്ട് ഫില്ലായിട്ടുണ്ട്. അത് കുറച്ച് ഡാമേജ് വന്നത് നമ്മുടെ പീസ് ലില്ലിക്കാണ്. അതിവിടെ ഒരു പെയിൻറ്റ് ചെയ്ത സമയത്ത് കുറച്ച് പ്രോബ്ലംസ്, കെമിക്കൽ പ്രോബ്ലംസ് ഇതിന് ഏറ്റിരുന്നു. ചെറിയ റാമ്പ് പോലെ ഏരിയയിലൊക്കെ കോബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കപ്പലണ്ടി പ്ലാന്റ് എന്ന് പറയും. അതുപോലെ ടെർമിനാലിയയുടെ ഗ്രീനുണ്ട്, ഫീനിക്സ് പാം ഉണ്ട്, കഫിയ ഹൈസോപോളിയ പറഞ്ഞ കൂഫിയ പ്ലാന്റ് ഉണ്ട്. കൂഫിയ പ്ലാന്റ് വയലറ്റ് ഒരു പരാജയമാണ്, അത് വേറെ വിഷയം. ഞാൻ വെച്ചതിൽ തന്നെ കുറേ ഉണങ്ങിപ്പോയി. അപ്പോൾ അതാരും നിങ്ങൾ എടുത്ത് വെക്കാൻ നിൽക്കേണ്ട. വെയിലുണ്ട് കഴിഞ്ഞാലും വെള്ളം കൂടിയാലൊക്കെ ഉണങ്ങിപ്പോവും. പിന്നെ മിറാക്കിൾ ഫ്രൂട്ട്, അതുപോലെ ഒരുപാട് ബുഷ് ഓറഞ്ച്, ഇതൊക്കെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഓർച്ചാർഡായിട്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ ഇവർക്ക്. ബറാബാൻ്റെ ഒരു ചെറിയൊരു ഫ്രൂട്ട് വെച്ച് കൊടുത്തിരുന്നു, ഗിഫ്റ്റ് കൊടുത്താണ്. പിന്നെ ഇതാ ജപ്പാൻ്റെ പേര നിറയെ കായകളുണ്ട് കേട്ടോ. ജപ്പാൻ്റെ പേരാന്ന് പറഞ്ഞാൽ ജപ്പാൻ കുവ റെഡാണ്. അതൊത്തിരി അവർ കഴിച്ചു. അപ്പോൾ ഏകദേശം ഒരു 6 മന്ത് ആയിട്ടേ ഉള്ളൂ. ജബോട്ടിക്കാപ്പ സബാറ വെച്ചിട്ടുണ്ട്. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഒരു മാസ്റ്ററാണ്, മദർ പ്ലാന്റ് ആണ്. പിന്നെ ഇതാ ഇവിടെ നാസിക് പസന്തുണ്ട്. എല്ലാ മാംഗോ പ്ലാന്റുകളും ഉണ്ട്. പിന്നെ ഒരു ഓൾ സീസൺ മാംഗോ, അതുപോലെ മിയോസാക്കി, ചിക്കു കലാപ്പാടി ഉണ്ട്. ചിക്കു അതുപോലെ ബനാന ചിക്കും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇതെല്ലാം നാംഡോക്കുമായി ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ മാംഗോ പ്ലാന്റുകളുണ്ട്. ആപ്പിൾ ചാമ്പയുണ്ട്. ഇത് ആളുടെ അതിപ്പോൾ നമ്മുടെ ബായി നമ്മളവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ലേബറാണ്. പുള്ളി അവിടെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈലോ എന്ന് പറഞ്ഞൊരു മെഡിസിനും സാഫും പാടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസിനൊക്കെ അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഈ പുഴുക്കേടാണെങ്കിൽ പുഴുവിനെ നശിപ്പിക്കുക വേണം. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള വർക്കുകളൊക്കെ വേണമെങ്കിൽ, സ്റ്റോൺ വർക്കുകൾ, ലാൻഡ്സ്കേപ്പുകളൊക്കെ വേണമെങ്കിൽ ഞാനിതിനകത്ത് കൊടുക്കുന്ന ഈ നമ്പറിൽ, താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതിനകത്ത് വാട്സപ്പിൽ മെസ്സേജ്. ഹൈബ്രിഡ് പ്ലാന്റുകൾ വെച്ചിട്ട് 3 വർഷമായിട്ടും കായ്ക്കാത്തുണ്ടെങ്കിൽ പറയണേ. അതിനുള്ള പരിഹാരമുണ്ട്. നിങ്ങളെന്തായാലും വിളിച്ചാൽ മതി.